ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ പരിശുദ്ധൻ 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 പരിശുദ്ധൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സഹായകനായ പരിശുദ്ധാത്മാവേ, ഇന്നൊന്നും ഞങ്ങളുടെ കൂടെ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഈ മണിക്കൂറുകളെ ഏറ്റെടുക്കണമേ. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. എല്ലാ ശുശ്രൂഷകളെയും ശുശ്രൂഷകരെയും ഏറ്റെടുക്കണമേ. ഞങ്ങളെ ഓരോരുത്തരെയും ഏറ്റെടുത്ത് നയിക്കണമേ പരിശുദ്ധാത്മാവേ. ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരണമേ പരിശുദ്ധാത്മാവേ. പുതിയ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ പരിശുദ്ധാത്മാവേ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നാം ഏവരും വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടെ ഈ ധ്യാനത്തിനായി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരുപക്ഷെ ആഴ്ചകളായിട്ട് നാം ഇതിനു വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ സുദിനങ്ങൾക്ക് വേണ്ടി വളരെയധികം ഒരുക്കവും പ്രാർത്ഥനയും നമ്മുടെ സമൂഹത്തിലെ കൂട്ടായ്മകളിൽ നടത്തപ്പെടുകയുണ്ടായി. അതിൻ്റെ ഫലമെന്നോണം നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടി ദൈവസന്നിധിയിൽ ദൈവവചനം കേൾക്കുവാൻ വന്നിരിക്കുകയാണ്. ഇന്നലെ തുടക്കം നമ്മൾ നടത്തിക്കഴിഞ്ഞു. വിശുദ്ധ കുർബാനയോടുകൂടി നാം ഈ കൃപാഭിഷേക ധ്യാനത്തിന് തുടക്കം കുറിക്കുകയാണ്. നിങ്ങൾ ഈ ഹാളിലിരുന്ന് ധ്യാനത്തിൽ പങ്കെടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് മറ്റൊരു കാര്യമാണ്. ഇവിടെ വരുന്ന അല്ലെങ്കിൽ ധ്യാനത്തിൽ സംബന്ധിക്കുന്ന 5 മാത്രമേ ഈ ഹാളിൽ ഉള്ളൂ. ബാക്കി 4 പേരും ഈ ഹാളിന് പുറത്ത് നമ്മുടെ ഗേൾസ് സ്കൂൾ കോമ്പൗണ്ടിലും ബോയ്സ് സ്കൂൾ കോമ്പൗണ്ടിലൊക്കെ ആയിട്ടാണ് ഇരിക്കുക. ഈ പ്രതികൂല കാലാവസ്ഥയെ, ചൂടിനെ അതിജീവിച്ച് വചനത്തോടുള്ള അവരുടെ ദാഹവും ഈ ധ്യാനത്തോടുള്ള അവരുടെ ആഗ്രഹവുമാണ് അവരെ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ ഈ ധ്യാനത്തിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. വചനത്തിൻ്റെയും ആത്മാവിൻ്റെയും അഭിഷേകം നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളെ സഹായിക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ഒക്കെ നിരവധി വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. ഏതാണ്ട് 200-ൽ പരം വോളണ്ടിയേഴ്സ് ഇവിടെയുണ്ട്. 20 പേർക്ക് ഒരു വോളണ്ടിയർ എന്ന നിലയ്ക്ക് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ഒരുക്കം നമുക്ക് ഈ ധ്യാനത്തിൽ നമ്മൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ വീണ്ടും നിങ്ങളുടെ സഹായവും നിങ്ങളുടെ സഹകരണവും പ്രതീക്ഷിക്കുന്നു. ഈ ധ്യാനം നമുക്ക് ഒരുക്കിയത് മലയാളി സമൂഹമാണ്, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് സമൂഹമാണ്. അവരെ പ്രത്യേകമാംവിധം ഓർക്കുന്നു, അവർക്ക് നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ ധ്യാനം നയിക്കുന്ന ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛനെയും അച്ഛൻ്റെ ടീം അംഗങ്ങളെയും ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം ഈ ധ്യാനത്തിലേക്ക് സ്വാഗതം. അതുപോലെ നമുക്ക് പ്രിയങ്കരനായ വർഗീസത്തിനുണ്ട്. ഈ ദിവസങ്ങളിൽ ഒരുപക്ഷെ എല്ലാവർക്കും സംസാരിക്കാൻ സാധിച്ചെന്ന് വരില്ല. ഞങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ വന്ന് സംസാരിക്കാൻ അവസരമുണ്ടാകും. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് പ്രാർത്ഥനയിൽ പരസ്പരം ഓർക്കാം. ആത്മാവിൻ്റെയും വചനത്തിൻ്റെയും അഭിഷേകം ഏവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വന്നതിൽ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നന്ദി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വരാം. ഈ സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നമ്മുടെ കൂട്ടായ്മ നടക്കാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈ സ്ഥലത്തെ മുഴുവൻ നമുക്കൊന്ന് കർത്താവിന് കൊടുത്ത് പ്രാർത്ഥിക്കാം. ഈ സ്ഥലം മുഴുവൻ്റെ മേലും ആത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം ഉണ്ടാകാൻ പ്രാർത്ഥിക്കാം.
നമ്മെ സഹായിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സറാഫിൻ അച്ഛനെയും വർഗീസ് അച്ഛനെയും കരിസ്മാറ്റിക് കൂട്ടായ്മയിലുള്ള മുഴുവൻ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാം. ഈ ആലയം മുഴുവനോടെ സമർപ്പിക്കുന്നതിൻ്റെ പരിസരങ്ങളെല്ലാം പലയിടങ്ങളിലായിട്ട് ഈ പ്രതികൂല സാഹചര്യം കാലാവസ്ഥയിൽ വചന ശുശ്രൂഷ കേൾക്കാനായിട്ട് എത്തിയിരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളെയും കർത്താവിൻ്റെ കയ്യിലിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം. വിടുതലും സൗഖ്യവും കർത്താവ് ഇപ്പം തന്നെ തരട്ടെ. വലിയ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കാണ്ട് പ്രാർത്ഥിക്കാം. കർത്താവ് ഞങ്ങൾ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമുക്ക് നന്നായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോ ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. വിടുതലും സൗഖ്യവും വിടുതലും സൗഖ്യവും. അഭിഷേകം നടക്കട്ടെ. തടസ്സങ്ങളെല്ലാം മാറട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. എല്ലാ തിന്മയുടെ ശക്തികളോടും കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ സ്ഥലം വിട്ടുമാറുക എന്നേക്കുമായിട്ട് നിത്യ നരകാഗ്നിയിലോട്ട് പോട്ടെ. എല്ലാ മക്കളുടെ മേലും തിന്മയുടെ ശക്തിയിൽ വിട്ടുപോട്ടെ. എഫെസസ് 2:2 ബന്ധിക്കുന്ന യേശു നാമത്തിൽ, 1 യോഹന്നാൻ 3:8 ബന്ധിക്കുന്ന യേശു നാമത്തിൽ രക്തത്താൽ ബന്ധിക്കുന്നു. മത്തായി 12:28-29 വചനത്താൽ ബന്ധിക്കുന്ന യേശു നാമത്തിൽ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. അഭിഷേകം നടക്കട്ടെ. കാലാവസ്ഥയെ ബന്ധിക്കുന്ന യേശു നാമത്തിൽ കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റുമുള്ള മക്കൾക്ക് അനുകൂലമായ കാലാവസ്ഥ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സംരക്ഷണം ഞങ്ങൾക്ക് എല്ലാവർക്കും തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മുഴുവൻ മക്കൾ, ഇവിടെ കുടുംബങ്ങൾ, മാതാപിതാക്കൾ, ജീവിത പങ്കാളി, മക്കൾ, ജോലി മേഖലകൾ, പ്രസന്നങ്ങൾ, പ്രതികൂല സാഹചര്യങ്ങൾ എല്ലായിടത്തും കർത്താവേ നിന്റെ പരിശുദ്ധ രക്തം ഇപ്പോൾ തളിക്കണം കർത്താവേ. ഈ സ്ഥലത്തിൻ്റെ മേൽ കർത്താവേ നിന്റെ കരം നീട്ടണം കർത്താവേ. അഭിഷേകത്തിന് ഏറ്റവും യോജിച്ച സ്ഥലമാക്കി ഇത് മാറ്റണമേ. ആത്മാവിന് നിറവിൻ്റെ സ്ഥലമാക്കി മാറ്റണമേ. അടയാളങ്ങളുടെ, അഭിഷേകങ്ങളുടെ, അത്ഭുതങ്ങളുടെ മണ്ണാക്കി മാറ്റണമേ. കൃപയുടെ മണ്ണാക്കി മാറ്റണം. അഭിഷേകം അഭിഷേകം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കൽപ്പിക്കുന്നു. ഈ സ്ഥലത്തിൻ്റെ മേൽ എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ഈശോയുടെ നാമത്തിൽ ഇപ്പോൾ ബന്ധിക്കുന്നു. കരിക്കുന്നു. എല്ലാം വിട്ടുമാറട്ടെ. 2 ബന്ധിക്കുന്നു. മദ്യപാനത്തിൻ്റെ, പുകവലിയുടെ, മയക്കുമരുന്നിൻ്റെ, വ്യഭിചാരത്തിൻ്റെ, സ്വയംഭോഗത്തിൻ്റെ, സ്വവർഗരതികളുടെ, അഹങ്കാരത്തിൻ്റെ, അഹന്തയുടെ, ജ്ഞാനന ഭാവത്തിൻ്റെ, ധനാസക്തിയുടെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ, വെറുപ്പിൻ്റെ, പകയുടെ എല്ലാ തിന്മയുടെ അരൂപികളോടും കൽപ്പിക്കുന്നു. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. ബന്ധിച്ച് ദുഃഖ 8:31 പറഞ്ഞയക്കുന്നു. എല്ലാം വിട്ടുമാറും. രോഗങ്ങളുടെ, തകർച്ചകളുടെ, നിരാശയുടെ, പൈശാചിക ശക്തികളോട് കൽപ്പിക്കുന്നു. തടസ്സങ്ങൾ തിന്മയുടെ ശക്തികളോട് കൽപ്പിക്കുന്നു. ഈശോയുടെ നാമത്തിൽ ബന്ധിക്കുന്നു. ബന്ധിച്ച് പുറത്താക്കുന്നു. എല്ലാം വിട്ടുമാറട്ടെ. കർത്താവ് ഇപ്പം തന്നെ പ്രവർത്തിക്കണമേ. കെട്ടഴിഞ്ഞു പോകട്ടെ. കെട്ടഴിയട്ടെ. ഈ സ്ഥലത്തിൻ്റെ മേലെ കെട്ടഴിയട്ടെ. എല്ലാ മക്കളും മേലെ കെട്ടഴിയട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങളെ അങ്ങ് തുറക്കണം കർത്താവ്. തുറക്കണം കർത്താവ്. അടഞ്ഞ ഹൃദയങ്ങൾ യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുനാമത്തിൽ തുറക്കപ്പെടട്ടെ. സംഭവിക്കട്ടെ. ജീവിക്കുന്നവനായ കർത്താവിൻ്റെ സാന്നിധ്യം ഈ കൂട്ടായ്മ വെളിപ്പെടട്ടെ. എല്ലാ മക്കളും ആത്മാവിൽ നിറയട്ടെ. കൃപയാൻ നിറയട്ടെ. പ്രാർത്ഥനയുടെ തടസ്സങ്ങളെല്ലാം മാറിപ്പോകട്ടെ. എല്ലാം കെട്ടു അഴിയട്ടെ. യേശുനാമത്തെ അഴിക്കുന്നു. മത്തായി 16-20 വചനത്തിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഭൂമി കെട്ടുമ്പോൾ സ്വർഗത്തിലും കെട്ടപ്പെട്ടിരിക്കും. നിങ്ങൾ ഭൂമിയിൽ അടിക്കുമ്പോൾ സ്വർഗത്തിലും അടിക്കപ്പെട്ടിരിക്കും. ലൂക്ക 9:1-2 അധികാര ശക്തി ഉപയോഗിച്ചുകൊണ്ട് അവൻ 12 പേരെ തിരഞ്ഞെടുത്ത് സകല പിശാചുക്കളുടെ മേൽ അവനവർക്ക് അധികാര ശക്തി കൊടുത്തു. ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഇപ്പോൾ സംഭവിക്കട്ടെ. സംഭവിക്കട്ടെ. യേശുനാമത്തിൽ സംഭവിക്കട്ടെ. കെട്ടഴിഞ്ഞു പോകട്ടെ. എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഈ മക്കളുടെ മേൽ, കുടുംബത്തിൻ്റെ മേൽ, ജീവിതത്തിൻ്റെ മേൽ, അധ്വാന മേഖലയുടെ മേൽ, ഈ ദേശത്തിൻ്റെ മേലെ കെട്ടഴിയട്ടെ. യേശു രക്തത്താൽ ബന്ധിച്ച് യേശുവിൻ്റെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. എല്ലാം വിട്ടുപോകട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 16:12 ബന്ധിക്കുന്ന യേശുനാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ചു. സങ്കീർത്തനം 118:10-12 ബന്ധിച്ച് യേശുവിന്റെ കുരിശിൻ ചുവട്ടിലേക്ക് കൽപ്പിച്ചയക്കുന്നു. എല്ലാം വിട്ടുമാറട്ടെ. തടസ്സങ്ങളെല്ലാം മാറട്ടെ. കർത്താവ് യേശു നാമത്തിൽ മാറിപ്പോട്ടെ. കൈകൾ അടിച്ചു പാടാം. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ.
ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ചലിച്ചു നിന്നൊരു ഉയർത്തിയടിച്ചു പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. അഭിഷേകം വ്യാപരിക്കണം. ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എലീഷായ്ക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ, എലീഷായ്ക്ക് ഇരട്ടിയേകിയ പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയൂ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരങ്ങൾ ഉയർത്തി കൈയടിക്കാം ശക്തിയോടെ. അഭിഷേകം അരൂപിയെ നിറയണമേ, പ്രവർത്തിക്കണേ പരിശുദ്ധാത്മാവേ. സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ത്രീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, സ്ത്രീഹന്മാരെ ബലപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിക്ക് ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, രക്തസാക്ഷിക്ക് ശക്തിയേകിയ പരിശുദ്ധാത്മാവേ, എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയൂ പരിശുദ്ധാത്മാവേ, 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 വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജലപ്പരപ്പിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ, ജനകോടികളിൽ ചലിച്ചു നിന്നൊരു പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. അരൂപിയെ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. അരൂപിയെ ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. കൈകൾ ഉയർത്തി അടിച്ച് ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ഹല്ലേലൂയ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ.
വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരങ്ങളുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടച്ചു പിടിച്ച് ആത്മാവിൽ നിറയാൻ കൊതിയോടെ ആഗ്രഹിച്ചുകൊണ്ട് തീവ്രമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വെളിപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് സ്തുതിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. വിഷയം വ്യാപരിക്കട്ടെ, 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 വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ. യേശു ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം, അഭിഷേകം, അഭിഷേകം. കൈകളടിച്ച് വരദാനത്തിൻ അഭിഷേകം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാ എന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കൈയടിച്ച് അഭിഷേകം. കരങ്ങൾ ഉയർത്തി കൈയടിച്ച് നന്നായിട്ട് അഭിഷേകം നിറയട്ടെ. ഏലിയായി കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. ഏലീഷായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ. ഏലിയായിൽ കത്തിജ്വലിച്ചൊരു പരിശുദ്ധാത്മാവേ. ഏലീഷായി കിരട്ടിയേകിയ പരിശുദ്ധാത്മാവേ. ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ. ദാനിയേലിന് ശക്തി പകർന്നൊരു പരിശുദ്ധാത്മാവേ. എന്റെ ഉള്ളിൽ നിറഞ്ഞു കവിയൂ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. ആത്മാവേ വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. വരദാനത്തിൻ അഭിഷേകം കൊണ്ടെന്നെ നിറയ്ക്കണമേ. 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 ലോകത്തിന്മേൽ വിജയം നേടാൻ ധീരതയേകണമേ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം നിറയട്ടെ. എല്ലാ മക്കളും പരിശുദ്ധാത്മാവ് വിശ്വരാധന രാധന ആരാധന 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 ആരാധന
വിടുതല സൗഖ്യം തരണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിക്കണം. അപ്പാ പിതാവേ, അവിടുത്തെ പ്രിയപുത്രനായ ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ഈ കൂട്ടായ്മയിലുള്ള മുഴുവൻ മക്കളുടെ മേലും പരിശുദ്ധാത്മാവിനെ വർഷിക്കണേ. ഓരോ വ്യക്തികളുടെ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ, ബുദ്ധിയുടെ മേൽ, അവയവങ്ങളുടെ മേൽ ആത്മാവേ പെയ്തിറങ്ങണമേ. രൂപിയെ ഓരോ ഹൃദയങ്ങളും ജ്വലിപ്പിക്കണമേ. ദൈവസ്നേഹാഗ്നിയാൽ ജ്വലിപ്പിക്കണമേ. എല്ലാ വസ്തുക്കളെക്കാളും എല്ലാ വ്യക്തികളെക്കാളും ഞങ്ങളെക്കാൾ ഉപരിയായി ഈശോയെ സ്നേഹിക്കാനുള്ള വലിയൊരു അഭിഷേകം തരണമേ. എല്ലാ മഹത്വവും ആരാധനയും ദൈവമേ അങ്ങേക്ക് മാത്രം. ഈ 5 ദിനങ്ങളെ അങ്ങയുടെ കൈകളിൽ ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്നു. ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്ന, ഈ കൺവെൻഷനിൽ പങ്കെടുക്കുന്ന മുഴുവൻ മക്കളെയും ഏറ്റെടുക്കണമേ ഈശോയെ. ഈശോ അങ്ങ് ഏറ്റെടുക്കണം. ഈശോ ഏറ്റെടുക്കണം. പ്രവർത്തിക്കണം കർത്താവേ. അങ്ങയുടെ കരം ഇവർ അനുഭവിക്കാൻ ഇടവരുത്തണമേ. അങ്ങയുടെ ജീവിക്കുന്ന സാന്നിധ്യം വെളിപ്പെടുത്തണമേ. വെളിപ്പെടുത്തണമേ. ഈ കൂട്ടായ്മ വെളിപ്പെടുത്തണമേ. ഓരോ വ്യക്തിയിലും വെളിപ്പെടണമേ. ഓരോ സ്ഥലങ്ങളും വെളിപ്പെടണമേ. തടസ്സങ്ങളും ബന്ധനങ്ങളും മുഴുവൻ അഴിച്ചു മാറ്റണമേ. കർത്താവേ, നിന്നെ ഞങ്ങൾ സ്നേഹിക്കുന്നു. ഈശോയെ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, മഹത്വപ്പെടും. മുഴുവൻ ആരാധനയ്ക്കും യോഗ്യൻ അങ്ങ് മാത്രം. ദൈവമേ, സ്തുതി. ദൈവമേ, ആരാധിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, അങ്ങാണ് ഞങ്ങളെ കൂട്ടി യോജിപ്പിച്ചിരിക്കുന്നത്. അങ്ങാണ് ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത്. അങ്ങയുടെ നാമത്തിൽ സ്തുതികൾ അർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദിനങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ. അമ്മ മക്കളായ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉറക്കെ പ്രാർത്ഥിക്കാം. ജന്മം നിറഞ്ഞ മറിയമേ സ്വസ്തി. മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിക്കണമേ. ഒരിക്കൽ കൂടെ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൃഢഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. പ്രൈസ് ദി ലോർഡ്. നമുക്കിരിക്കാം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കൈയടിച്ച് വെച്ചേക്ക് നന്ദി പറഞ്ഞ് എല്ലാവരും ചേർന്ന് പോരാ നന്നായിട്ട് ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈശോ മിശിഹായ്ക്ക് സ്തുതി. അങ്ങോട്ടും ഇങ്ങോട്ടും സ്തുതി കൊടുത്തേ, അടുത്തുള്ളവർക്കെല്ലാം ഒരു സ്തുതി കൊടുത്തേ. സന്തോഷത്തോടെ, നല്ല സന്തോഷത്തോടെ, നല്ല സന്തോഷത്തോടെ. പ്രൈസ് ദി ലോർഡ്. സർവ്വപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവിലെ ഏറ്റവും പ്രിയപ്പെട്ട അച്ഛൻ, നമ്മുടെ സറാഫിനച്ച, പ്രിയപ്പെട്ട വർഗീസ് അച്ഛ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒത്തിരിയേറെ സന്തോഷമുണ്ട് ഇവിടെ നിങ്ങളുടെ ഇടയിൽ സുവിശേഷം പ്രസംഗിക്കാനായിട്ട് കർത്താവ് അനുവദിച്ചതിനെ ഓർത്ത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ ദാനമാണ് ഓരോ സ്ഥലത്ത് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് അനുവദിക്കുമ്പോൾ ഒരു സമ്മാനമാണ്. കർത്താവിൻ്റെ ദാനമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഈ ദിവസങ്ങൾ നിങ്ങളുടെ കൂടെ ആയിരിക്കാനും ഇവിടെ ശുശ്രൂഷിക്കാൻ, നിങ്ങളെ ശുശ്രൂഷിക്കാൻ കർത്താവ് ഞങ്ങളെ അനുവദിച്ചതിനും തിരഞ്ഞെടുത്തതിനും ദൈവത്തിന് നന്ദി. നിങ്ങൾക്ക് നന്ദി. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ നല്ലൊരു പ്രയർ ഗ്രൂപ്പ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എനിക്ക് ഉറപ്പായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഞങ്ങൾ തീഷ്ണ നിറഞ്ഞ പ്രാർത്ഥന, നല്ല വോളണ്ടിയേഴ്സ്, നല്ല പ്രാർത്ഥിക്കുന്ന നല്ലൊരു കൂട്ടായ്മ കാണുമ്പോൾ ഭയങ്കര കൊതി തോന്നുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കൈകളടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും അനേക ശുശ്രൂഷകരുടെ, ദൈവവചന ശുശ്രൂഷകരുടെ ഹാർഡ് വർക്കും നിങ്ങളുടെ സഹകരണം കൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം വളർന്നത്. പ്രൈസ് ദി ലോർഡ്. നമുക്ക് എല്ലാവർക്കും നന്ദി പറയാം. എന്നെ കഴിഞ്ഞ വർഷങ്ങൾ ധ്യാനിപ്പിച്ചിട്ടുള്ള അച്ഛന്മാർ, പ്രൈസ് ദി ലോർഡ്. എന്നെ കഴിഞ്ഞ വർഷങ്ങൾ നമുക്ക് ശുശ്രൂഷയായിട്ടുള്ള ഒരുപാട് നല്ല ആത്മായ സഹോദരങ്ങൾ, പ്രൈസ് ദി ലോർഡ്. നല്ല വെൽ അനോയിൻറ്റഡ് ആയിട്ടുള്ള ധാരാളം ആളുകൾ നമ്മളെ സഹായിച്ചു. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും നല്ല ഫില്ലിംഗ് ആയിട്ട് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ ധ്യാനത്തിൻ്റെ ഒരു അവസാനത്തെ അവസ്ഥ എത്തി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. കർത്താവിന് കൊടാനുകൂടി നന്ദി. അവരെ ഓർത്ത് നന്ദി പറയുന്നു. അവരിലൂടെ ദൈവം നമുക്ക് തന്ന ദാനങ്ങൾക്കും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല, നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ നല്ല ശുശ്രൂഷ ചെയ്യുന്ന ധാരാളം സഹോദരങ്ങളുണ്ട്. അവരെ ഓർത്തും യേശുവിൽ ഒത്തിരിയേറെ നന്ദി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കേ. പോരാ
ക്രിസ്തലോ ആമേ. ഈ സമയം നമ്മുടെ ഈ സ്ഥലത്തിന് ഈ ഹോളിന് പുറത്ത് അച്ഛൻ പറഞ്ഞ പോലെ ഒരുപാട് മക്കൾ അവിടെ ഇരിപ്പുണ്ട്. പ്രിസലോഷ് നല്ല ചൂടത്താണ്ടിരിക്കുന്ന പ്രിസലോഷ്. അവർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിച്ചു. ഒരു നിമിഷം നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുറത്തുള്ളവർക്ക് യാതൊരു അസ്വസ്ഥതയും കൂടാതെ, ക്ഷീണം തളർച്ചയും കൂടാതെ അവർ ഈ സമയം മുഴുവൻ ദൈവത്തിൻ്റെ വചനം ഒന്ന് കേൾക്കാനും അവർ അരൂപിയിൽ നിറയാനും വേണ്ടി നമുക്ക് അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അവരെ പ്രത്യേകം നമ്മുടെ പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ, നല്ല വിഷമിച്ച ഈ സഹോദരങ്ങൾ അവർക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശു അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം, അനുഗ്രഹിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവിൻ്റെ സാന്നിധ്യം നന്നായിട്ട് വെളിപ്പെടുന്നു. കർത്താവ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒത്തിരി നന്നായിട്ട് യേശുക്ക് എങ്ങനെ മഹത്വപ്പെടുത്തുന്നൊക്കെ അറിഞ്ഞുകൂടാ. ഓരോ ദിനത്തിലും ദൈവത്തിൻ്റെ കരമാണ് ഞങ്ങൾ കാണാറുള്ളത്. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ഒരു കാര്യം എനിക്ക് ഇവിടെ ഇരിക്കും പറയാൻ പറ്റും. ഒറ്റ കാര്യം പറയാനുള്ളൂ, ഈശോ ഇന്നും ജീവിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഈശോ പച്ചയ്ക്ക് ഇന്നും ജീവിക്കുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ സാക്ഷ്യവും അനുഭവം. അതാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ, ആമേൻ. പൗലോസ് പറയുന്നത് പോലെ 1 കൊരിന്ത്യർ 15 1 മുതലുള്ള വചനത്തിൽ പൗലോസ് നല്ലൊരു വചനം തരും. സഹോദരൻ, നിങ്ങൾ സ്വീകരിച്ചതും നിങ്ങളുടെ അടിസ്ഥാനമായി നിലകൊള്ളുന്നതും നിങ്ങൾക്ക് രക്ഷ പ്രദാനം ചെയ്തതുമായ സുവിശേഷം ഞാൻ എപ്രകാരമാണ് നിങ്ങളോട് പ്രസംഗിച്ചതെന്ന് ഇനി നിങ്ങളെ അനുസ്മരിപ്പിക്കാം. അതനുസരിച്ച് നിങ്ങൾ അചഞ്ചലരായി അതിൽ നിലനിന്നാൽ നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥമാകുകയില്ല. എനിക്ക് ലഭിച്ചത് സർവപ്രധാനമായി കരുതി ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നു. വിശുദ്ധ ലിഖിതങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ 3-ാം ദിവസം ഉയർപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ കേപ്പായ്ക്കും പിന്നീട് 12 പേർക്കും പ്രത്യക്ഷനായി. അതിനുശേഷം ഒരുമിച്ച് 500-ലധികം സഹോദരർക്ക് പ്രത്യക്ഷനായി. അവരിൽ ഏതാനും പേർ മരിച്ചുപോയി, മിക്കവരും ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പിന്നീട് അവൻ യാക്കോബിനും തുടർന്ന് മറ്റെല്ലാ അപ്പസ്തോലന്മാർക്കും കാണപ്പെട്ടു. ഏറ്റവും ഒടുവിൽ അകാലജാതൻ എന്നതുപോലെ അവിടുന്ന് എനിക്കും പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് അപ്പോസ്തലൻ പറയുക, ഈശോ ജീവിക്കുന്ന ദൈവമാണെന്ന് ഞാൻ നേരിട്ട് കണ്ട് അറിഞ്ഞ് അനുഭവിച്ച വ്യക്തിയാണ്. പ്രൈസ് ദി ലോർഡ്. അതാണ് പൗലോസ്ലീഗയുടെ ഏറ്റവും വലിയ സാക്ഷ്യം. അതാണ് യോഹന്നാനും അതുപോലെ. അതായത് 1 യോഹന്നാൻ 1:1 പറയും, ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടതും കാതുകൊണ്ട് കേട്ടതും കരങ്ങൾ കൊണ്ട് സ്പർശിച്ചതുമായ ജീവനുള്ള വചനത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് ഇന്നും ജീവിക്കുന്ന ദൈവം. നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ ഒന്നും പേടിക്കേണ്ട. യേശു ഒരു വചനമുണ്ട്, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നിടത്ത് അവിടെ മധ്യേ ഞാനുണ്ടായിരിക്കും. ഈശോ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഉറപ്പാണ്. ഡിഡാക്ക എന്ന് പറഞ്ഞ സഭയുടെ ആദ്യകാല പുസ്തകമുണ്ട്. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് എഴുതിയതാണ്. പ്രൈസ് ദി ലോർഡ്. ആ പുസ്തകത്തിൽ ശരിക്കും എപ്പിസൽസ് ആണ്. ഒരു പൗലോസ്ലീഹായെപ്പോലെ ഒരുപാട് എപ്പിസൽസ്, ലേഖനങ്ങൾ എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. ഈജിപ്തിൻ്റെ ശരിക്കും ഈജിപ്തിലെ സുവിശേഷം അല്ലെങ്കിൽ അവിടെയുള്ള സഭ ആരംഭിച്ചത് 2 പേരാണ്, സെൻറ്റ് മാർക്ക് ആൻഡ് സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. പ്രൈസ് ദി ലോർഡ്. ആ സെൻറ്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് പറയുന്ന എഴുതുമ്പോൾ ഒരു കത്തിൽ പറയുന്ന വാക്കാണ്, എവിടെയെല്ലാം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നുവോ അവിടെയെല്ലാം ഉത്ഥിതനായ ഈശോ കടന്നു വരും. എവിടെയെല്ലാം കർത്താവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്നു അവിടെയെല്ലാം ആര് വരും? ഉത്ഥിതനായ കർത്താവ് ജീവനോടെ കടന്നു വരും. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഇവരിലൂടെ നടന്നു വരും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നിങ്ങളുടെ ഇടയിലൂടെ നടന്ന് നിങ്ങളെ വേദനകളും നിങ്ങളുടെ ദുഃഖങ്ങളും ഇടപെടും. പ്രൈസ് ദി ലോർഡ്. ധ്യാനത്തിലൊക്കെ അവിടെ ആളൊരു നോക്കും, ദൈവമേ ഇതെങ്ങനെ ഈ ജനത്തിൻ്റെ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ അറിയാതെ കുറച്ചു നേരം കഴിയുമ്പോൾ കാണാൻ പറ്റും ദൈവത്തിൻ്റെ ആത്മാവ് അവരിലങ്ങ് നിറയും, ദൈവം പ്രവർത്തിക്കുന്ന കാണാം. പ്രൈസ് ദി ലോർഡ്. നമ്മളല്ല, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ ഹെൽപ്ലെസ് ആണ്. പ്രൈസ് ദി ലോർഡ്. ഒരിക്കലും നമ്മൾ ഹെൽപ്ഫുൾ അല്ല, നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ ദൈവം ശക്തമായിട്ട് പ്രവർത്തിക്കുന്നത് കാണാൻ പറ്റും. സർവ്വത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. ഈ 2 ആഴ്ച മുമ്പ് എനിക്ക് വലിയൊരു അനുഭവം ഉണ്ടായി. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സംഭവിച്ചത്, നമ്മൾ നാളെ കർത്താവ് ഒരു വലിയൊരു മിഷണറി ഏരിയ കർത്താവ് എനിക്ക് തുറന്നു തന്നത് ഇത് സ്കാൻഡിനേവിയൻ രാജ്യങ്ങളാണ്. പ്രൈസ് ദി ലോർഡ്. അതായത് സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, നോർവേ, ഇങ്ങനെയുള്ള ആ സ്ഥലങ്ങളൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വലിയ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ നമുക്കറിയാം, സെക്കുലറിസത്തിൻ്റെ ഹൈടെക്. പ്രൈസ് ദി ലോർഡ്. അത്രയും സെക്കുലറിസം ഉള്ളൊരു രാജ്യം ലോകത്തില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഫ്രീ വേൾഡാണ്. പ്രൈസ് ദി ലോർഡ്.
പല ദേവാലയങ്ങളും അടയ്ക്കപ്പെട്ടു പോയി. ഭയങ്കര സങ്കടം. നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കരഞ്ഞു പോകും. വലിയ ഭയങ്കര ദേവാലയങ്ങൾ, കോടിക്കണക്കിന് രൂപയുടെ പണിത് ഉയർത്തിക്കുന്ന ദേവാലയങ്ങൾ ക്ലോസ്ഡ് ആയിട്ട് വർഷത്തിൽ ഒരു കുർബാന മാത്രം അർപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങൾ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവിടുത്തെ ബിഷപ്പ് 2 വർഷം മുമ്പ് ഞാൻ അവിടെ ശുശ്രൂഷയ്ക്ക് പോയ ബിഷപ്പിന് ഭയങ്കര താല്പര്യം വന്നിട്ട് എന്നെ പേഴ്സണലായിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ട് കൊണ്ടുപോകും. അപ്പോഴത്തെ ഇങ്ങനെ ശുശ്രൂഷ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ഓരോരുത്തരുടെ ഡേ പോയിട്ട് നിങ്ങളൊക്കെ ആദ്യകാലം ഇവിടെ ചെയ്ത പോലെ. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. ഓരോരുത്തരുടെ അടുത്തതിൻ്റെ സുവിശേഷം പ്രസംഗിച്ചാണ് ഇവരെ കൊണ്ടുവരുന്നത്. പ്രൈസ് ദി ലോർഡ്. അത് ഭയങ്കര സംഭവമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഇറ്റ്സ് വെരി ടഫ്, വെരി ടഫ്, വെരി ടഫ്. പ്രൈസ് ദി ലോർഡ്. പക്ഷേ ആ ദിവസങ്ങൾ ഭയങ്കര മിറക്കിളുണ്ടായി. മിറക്കിൾ ഇതാണ്. എന്നെ നമ്മളോട് ക്ലാസ് എടുക്കുമ്പോൾ സ്വീഡിഷ് ഭാഷയാണ്, നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് കൊടുക്കും, അവരവരുടെ ഭാഷയിൽ അവർ തർജ്ജമ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ സഹായിക്കുന്ന ഒരു സഹോദരനുണ്ട്. പുള്ളി പാഞ്ചോ എന്ന് പറയും. ഒരു 75 വയസ്സ് പ്രായമുള്ള ചേട്ടനാണ്. പ്രൈസ് ദി ലോർഡ്. അത് ഡീക്കനാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നല്ല അനോയിൻറ്റഡ് ആയിട്ടുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞൊരു മകനാണ്. ഭയങ്കര പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ മകനാണ്. പുള്ളി നന്നായിട്ട് മ്യൂസിക് വായിക്കാൻ അറിയാം, നന്നായിട്ട് വായിക്കാനറിയാം, ഗിറ്റാറൊക്കെ വായിക്കാനറിയാം, അങ്ങനെയുള്ള എല്ലാം വയലിനൊക്കെ നന്നായിട്ട് അറിയാം, എല്ലാം പ്ലേ ചെയ്യും, ശുശ്രൂഷയും തർജ്ജമയും ചെയ്യും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു ദിവസം ശുശ്രൂഷ കണ്ട് അദ്ദേഹം വീട്ടിൽ പോകുന്ന ട്രെയിനിൽ കയറി പോകുന്ന വഴിക്ക് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ഒരു അമ്മയും മോളെയും കണ്ടുമുട്ടി. പ്രൈസ് ദി ലോർഡ്. അമ്മയും മോളും ശരിക്കും പറഞ്ഞാൽ അവർ ക്രിസ്ത്യാനികളല്ല, അവർ സ്വരാഷ്ട്രീയൻ എന്ന് പറയുന്ന ഒരു മതത്തിൽപ്പെട്ടവർ. പ്രൈസ് ദി ലോർഡ്. സ്വരാഷ്ട്രീയനിസം കേട്ടിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ഒരു പ്രത്യേകത, അത് ഈ ബുദ്ധിസം ജൈനിസം പോലത്തെ ഒരു സംഭവമാണ് സ്വരാഷ്ട്രീയനിസം. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ മാസ്ക് വെച്ചെന്ന് വെച്ചാൽ അമ്മയ്ക്കൊരു മാരക രോഗമുള്ള അമ്മയാണ്. പ്രൈസ് ദി ലോർഡ്. അമ്മയുടെ ദേഹത്ത് ഈ ഭയങ്കരമായ രോഗബന്ധന സ്ഥലപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. റുമാറ്റിക് അങ്ങനത്തെ ഒരു പ്രത്യേകത രോഗം. അപ്പം ഇങ്ങനെ ബൾജ് ചെയ്ത് നീര് വെച്ച് ഇങ്ങനെ തളർന്നിങ്ങനെ ഈ റെയിൽവേ സ്റ്റേഷനിലിരിക്കുക. ആ അമ്മയുടെ മോളും ഒരു 20 വയസ്സോളം പ്രായമുള്ള മകളും കൂടെയുണ്ട്. അപ്പോൾ ഈ പാഞ്ചോ പോകുമ്പോൾ പാഞ്ചോ ഈ കുരിശുരൂപം പുറത്തിടും. പ്രൈസ് ദി ലോർഡ്. പുറത്തേക്കാണ് എക്സ്പോസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം പാഞ്ചോ ഇങ്ങനെ എടുത്തപ്പോൾ ഇവർ ചോദിച്ചു ആരാ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ രോഗമാണ്. അപ്പോൾ പാഞ്ചോ എല്ലാം ഇങ്ങനെ സംസാരിച്ചു. അപ്പം പറഞ്ഞു ഞങ്ങൾ കാത്തലിക് ചർച്ച് ക്രിസ്തു ആരാന്ന് പോലും അവർക്കറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. ദേ ഡോണ്ട് നോ ഹൂ ഈസ് ക്രൈസ്റ്റ് അറ്റ് ഓൾ. സർവ്വത്തെ പറഞ്ഞേ ഹല്ലേലൂയ. ഈശോയെ നന്ദി. അല്പം കഴിഞ്ഞപ്പോൾ അപ്പം പഞ്ച പറഞ്ഞു ഇത് ഇന്ത്യയിൽ നിന്നൊരു അച്ഛനോട് വന്നിട്ടുണ്ട്, നാളെ ശുശ്രൂഷയുണ്ട്, ഇവിടെ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക, നിങ്ങളോട് പോരാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾക്ക് സൗഖ്യം കിട്ടുമെന്നൊക്കെ നന്നായിട്ട് വിശ്വാസം കൊടുത്തു. ഈ പാഞ്ചോ കൊടുത്ത ശേഷം പിറ്റേ ദിവസം ഇവർ രണ്ടുപേരും കൂടെ കാണാൻ വരിക. 5 മിനിറ്റ്. അപ്പോൾ ഇവർക്ക് നമ്മുടെ ഭാഷ ഇംഗ്ലീഷ് അറിയത്തില്ല, അവർക്ക് സ്വീഡൻ ഭാഷ അറിയാം. അപ്പം പാഞ്ചോട് ഇങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് വന്ന കാര്യം. അപ്പോൾ ഈ രോഗം എങ്ങനെയാണ്? അപ്പോൾ ഇങ്ങനെ പറഞ്ഞു പരിശുദ്ധാത്മാവ് ദൂര സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ സ്നേഹം. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധാത്മാവ് പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു തരിക, ഈ അമ്മയുടെ തലയ്ക്ക് വെച്ച് നീ ബന്ധിച്ച് പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ പ്രവർത്തിക്കാൻ പോകും. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ഈ അമ്മയുടെ തലോട്ട് കൈവച്ചിട്ട് യേശുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു എന്ന് പറയും. ഇതേ അമ്മ താഴോട്ട് വീണു. പ്രൈസ് ദി ലോർഡ്. 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആണ്ടേ ഇത് അവർക്ക് മതം ഏതാണെന്നോ ക്രിസ്ത്യാനിറ്റി ഏതാണെന്നോ പ്രീസ്റ്റ്ഹുഡ് എന്തെന്നോ വൈദികനെന്നോ ഒന്നും അറിയത്തില്ലാത്ത ആളുകളാണ്. പ്രൈസ് ദി ലോർഡ്. അത്ഭുതകരമായ കർത്താവ് ആ മകളെ അവിടെ വെച്ച് തൊട്ട് സുഖപ്പെടുത്തി. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ഹല്ലേലൂയ. ഇതിന് ശേഷം അടുത്ത സംഭവമാണ് ഏറ്റവും അത്ഭുതം. അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മകള് മുന്നോട്ട് വന്നു. അപ്പോൾ മകളെ തലയ്ക്ക് വെച്ച് പ്രാർത്ഥന തുടങ്ങി. അപ്പം ഞാൻ നമ്മുടെ പച്ച മലയാളത്തിൽ പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന് എല്ലാ ഭാഷയും അറിയാം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അവർക്കൊന്നും മനസ്സിലാണ്ട് കാര്യമില്ല. അതിനകത്ത് പിശാചുകൊണ്ട് ഇറങ്ങിപ്പോക്കോളും. പ്രൈസ് ദി ലോർഡ്. ഒന്നും പേടിക്കണ്ട, പിശാചിനും സകല ഭാഷ അറിയാം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഈ അമ്മയുടെ ഈ മകളുടെ തലയ്ക്ക് വെച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ നിറയണേ, പരിശുദ്ധാത്മാവേ നിറയണേ. കുറച്ച് നേരം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മലയാളത്തിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ആ സമയത്ത് കൊച്ചിന് എന്തൊരു അസ്വസ്ഥത, ശരീരം ഷിവർ ചെയ്യുന്നുണ്ട്, തൊട്ടുപോലില്ല. അപ്പോൾ കൊച്ചിനെ അറിയുന്നില്ല, ഒന്നും അറിയത്തില്ല കൊച്ചിന്. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമയത്ത് ഒറ്റ കണ്ണ് തുറക്കുമ്പോൾ കണ്ണ് റെഡായിട്ട് കിടക്കുക. അപ്പോൾ ഞാൻ പാഞ്ചോ ചോദിച്ചു എന്താ സംഭവിച്ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പാഞ്ചോ പറഞ്ഞു, അപ്പോൾ പറഞ്ഞു ഇങ്ങനെ അച്ഛനിങ്ങനെ തലയെ കാഴ്ച പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം അകത്തുനിന്നൊരു ഇരുണ്ട രൂപം എന്നിലൂടെ ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് കണ്ണിൽ കൂടി അങ്ങ് പോയെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം വീണ്ടും അപ്പോൾ എൻ്റെയും കൂടെ വിശ്വാസം വർദ്ധിച്ചു. പ്രൈസ് ദി ലോർഡ്. ഒരു ഭാഷ അറിയത്തില്ലാത്തയാൾ, ക്രിസ്ത്യാനിറ്റി എന്താണെന്ന് അറിയത്തില്ലാത്തയാൾ, പ്രൈസ് ദി ലോർഡ്, ക്രിസ്തു ആരാണെന്ന് അറിയത്തില്ലാത്ത വ്യക്തി, പരിശുദ്ധാത്മാവ് ആരാന്ന് അറിയത്തില്ല, ധ്യാനങ്ങൾ ഒരിക്കൽ പോലും കണ്ടിട്ടുമില്ല കൂടിയിട്ടുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആ ആളുടെ തലേക്ക് വെച്ച് വീണ്ടും പരിശുദ്ധാത്മാവേ നിറയണേ, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ നിറവും. പെട്ടെന്ന് ഈ കുഞ്ഞിൻ്റെ മുഖം ഭയങ്കരമായിട്ടങ്ങ് സന്തോഷിക്കാൻ തുടങ്ങുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ.
ഏതോ ഒരു ദിവ്യമായ രൂപം ഈ മകൾ കാണുന്നത് പോലാണ് ഇവള് മുഖം അങ്ങ് പ്രകാശിക്കുക. അപ്പം അതിന് ശേഷം ഞാൻ ചോദിച്ചു, എന്താ സംഭവിച്ചു ചോദിക്കാൻ. അവൻ പറഞ്ഞു, ഉത്തിതനായ ഈശോയെ ഞാനിപ്പോൾ കണ്ടു എന്ന് ഈ മകൾ സാക്ഷ്യപ്പെടുത്തി. ഒരു കർത്താവിൻ്റെ സാന്നിധ്യം. പ്രൈസ് ദി ലോർഡ്. ആ മകൾ പറഞ്ഞെങ്ങനെയാണ്, ഒരു പ്രകാശമുള്ളൊരു രൂപം വന്ന് എന്നിലേക്ക് നിറയുന്നതും എൻ്റെ അടുത്ത് നിൽക്കുന്നതുമായിട്ട് ഞാൻ കാണുന്നു എന്നാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ഒന്നും അറിയത്തില്ലാത്തൊരു വ്യക്തി കർത്താവിനെ തൊട്ടറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, കൈകൾ അടിച്ച് കർത്താവിൻ്റെ മുഖത്തെപ്പെടുത്തട്ടെ. പോരാ, നന്നായിട്ട്. പ്രൈസ് ദി ലോർഡ്. പിറ്റേ ദിവസം സൺഡേ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. സൺഡേ മോർണിംഗിൽ ഞങ്ങൾ കുർബാനയ്ക്കായിട്ട് എൻ്റെ കൂടെ അവിടെ ഒരു അച്ഛനുണ്ട്. ആ അച്ഛന് ഞങ്ങൾ രണ്ടുപേരും കൂടി കുർബാന അർപ്പിക്കാൻ വേണ്ടി ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞു, അച്ഛാ അവരിതേ ഇന്ന് വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. വരുമ്പോൾ അവരുടെ കൈവശം 2 കുരിശ് രൂപം ഇവിടുന്ന് അവർ മേടിച്ചു. പ്രൈസ് ദി ലോർഡ്. വെഞ്ചരിച്ച് അവർ കഴുത്തേലിട്ടു. പ്രൈസ് ദി ലോർഡ്. പ്രാക്ടിക്കലി ആ നിമിഷം മുതൽ അവർ ക്രിസ്ത്യാനികളായിട്ട് മാറി. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. മിനിറ്റുകൾക്കുള്ളിൽ കർത്താവ് അവർ നിറഞ്ഞ് പ്രവർത്തിച്ച സംഭവം ഉണ്ടാകും. ഈ സംഭവം ഉണ്ടായത് ഞാനുണ്ടായതുകൊണ്ടാണോ ഈശോ ഉള്ളതുകൊണ്ടാണ്? പറഞ്ഞേ, ആരുള്ളതുകൊണ്ട്? ഈശോ ജീവിക്കുന്ന ഉത്ഥിതനായ കർത്താവ് ഇന്ന് വസിക്കുന്നു, യാതൊരു സംശയമില്ല. നിങ്ങൾ ഭാഗ്യപ്പെട്ട ആൾക്കാരാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ആ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കും. അത് ഏറ്റവും വലിയ ഭാഗ്യം. അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ക്രിസ്തുവിനെ അറിയുക, അനുഭവിക്കാന്നുള്ള. അത് അനുഭവിച്ച മക്കളെ നമ്മൾ നന്ദി പറയണം, ഹല്ലേലൂയ പറയണം. ഹല്ലേലൂയ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ്ലീഹ ഈ ക്രിസ്തുവിനെ അനുഭവിച്ച പൗലോസ്ലീഹ പറയുന്നുണ്ട്, 1 കൊരിന്ത്യർ 2:2 ഞാൻ നിങ്ങളോട് കൂടെ ആയിരുന്നപ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ചല്ലാതെ, അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 7-8 യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ജ്ഞാനം, അറിവ് മറ്റെല്ലാത്തിനേക്കാളും വിലയേറിയതാകിയാൽ ബാക്കി സകലം നഷ്ടമായും ഉച്ഛിഷ്ടമായും കുപ്പയായി ഞാൻ കരുതുന്നു എന്ന് പറയുക. പ്രൈസ് ദി ലോർഡ്. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇന്ന് കൈകളടിച്ച് കർത്താവ് നന്ദി പറയട്ടെ. പോരാ. പ്രൈസ് ദി ലോർഡ്. ചില അനുഭവങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ കരഞ്ഞു പോകും. കാരണം വെച്ചാൽ ഈശോ ജീവിക്കുന്ന ദൈവം, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ ദിവസങ്ങളിൽ ഈ ധ്യാനം ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മളല്ല, ക്രമീകരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. പ്രൈസ് ദി ലോർഡ്. ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് ക്രമീകരിച്ചിരിക്കുക. നമ്മളോട് സ്നേഹം കൊണ്ട് റോമ 5:5 പറഞ്ഞ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അഭിഷേകുകയാ. തമ്പുരാൻ ഉപേക്ഷിച്ചിട്ടില്ല, ഉപേക്ഷിക്കത്തില്ല ഒരിക്കലും. ഒരുവൻ പറയാ ദൈവം എന്നെ ഉപേക്ഷിക്കുമോ? ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞ് പറയാ അമ്മയ്ക്ക് എന്നെ വേണ്ട. പ്രൈസ് ദി ലോർഡ്. പപ്പയ്ക്ക് എന്നെ വേണ്ട. പപ്പയ്ക്ക് വേണ്ടതാകുമോ? പ്രൈസ് ദി ലോർഡ്. മമ്മിക്ക് വേണ്ടതാകുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ ദൈവത്തിന് നമ്മളെ ഒരിക്കലും ദൈവം നമ്മളെ ഉപേക്ഷിക്കുകയില്ല. വിശ്വസിക്കട്ടെ. കൈകളടിച്ച് കർത്താവിന് നന്ദി പറയട്ടെ. ഉറക്ക കൈയടിച്ച് നന്ദി പറയട്ടെ. പോരാ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. സ്വരമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു സംഭവം ഓർമ്മിക്കുക, വലിയൊരു സംഭവം. അതും ഈ സ്വീഡൻ രാജ്യത്തുണ്ടായ സംഭവമാണ്. നമുക്ക് ഈ ഓൺലൈൻ മിനിസ്ട്രി ഉണ്ട്. എല്ലാ ആദ്യ ശനിയാഴ്ച ശുശ്രൂഷയിൽ ഇങ്ങനെ അങ്ങ് നമ്മൾ സ്പ്രെഡ് ചെയ്തിരിക്കുക. 80ഓളം രാജ്യങ്ങളിൽ നിന്ന് നല്ല ജനം കയറും. ഈ ശുശ്രൂഷ ഇങ്ങനെ നമ്മൾ കമ്പ്യൂട്ടറിൽ കൊടുത്തിരിക്കുക. അപ്പോൾ ആ സമയത്തുണ്ടായൊരു സംഭവം, അത് സ്വീഡനിലുള്ള ഒരു സ്ത്രീ കഴിഞ്ഞ ഏപ്രിൽ നടന്നൊരു സംഭവം. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതിനു മുമ്പ് അവിടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ ഒരു അമ്മ ഒരു കൊച്ചുമായിട്ട് വന്നേ. ഒരു 6-7 വയസ്സ് പ്രായമാണ്. കൊച്ചു സംസാരിക്കാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. ഒട്ടും സംസാരിക്കാൻ കഴിവില്ല. അപ്പോൾ ഈ അമ്മ ഇങ്ങനെ പ്രാർത്ഥന ആവശ്യപ്പെട്ട് പ്രാർത്ഥിച്ചു. ഒന്നും സംഭവിക്കുന്നത് പ്രാർത്ഥിച്ചു. കർത്താവ് ഞാൻ ഈശ്വരനോട് പറഞ്ഞു പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞേക്കാൻ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷ പങ്കെടുക്കാം. അപ്പോൾ ഇവർക്ക് ഭാഷയൊന്നും അറിയത്തില്ല. നമ്മൾ പച്ച മലയാളത്തിൽ നമ്മൾ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് പറഞ്ഞേക്കാൻ ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. എനിക്ക് ഫെബ്രുവരി, ഞാൻ പോകുന്നത് ജനുവരി മാസമാണ്. ഫെബ്രുവരി, മാർച്ച്, കഴിഞ്ഞ ഏപ്രിൽ 3-ാമത്തെ. അപ്പം ആ ആദ്യ ശനിയാഴ്ച ഈ മകളിങ്ങനെ കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ ഈ കൊച്ചിനെ ഇരുത്തിക്കൊണ്ട് പ്രാർത്ഥനയിൽ കൂടുക. പ്രാർത്ഥിക്കുമ്പോൾ ഈ മകൾക്ക് ആകെ മനസ്സിലാകുന്ന ഹല്ലേലൂയ എന്നുള്ളത് മാത്രം. പ്രൈസ് ദി ലോർഡ്. വേറെ ഒന്നും പിടികിട്ടുന്നില്ല. വേറെ ഒരു ശുശ്രൂഷ ഒന്നും പിടികിട്ടുന്നില്ല. നമ്മൾ